14 ലക്ഷം റാങ്കിന് അഡ്മിഷൻ ലഭിക്കും. 120 സ്കോറിന് വരെ പ്രതീക്ഷയുണ്ട്. 37,000 റാങ്കിനാണ് ഓപ്പൺ കാറ്റഗറിയിൽ വന്നത്. ഒരു 12 ലക്ഷത്തിനും 14 ലക്ഷത്തിനും ഇടയിലായിരിക്കും ഇവരുടെ ഓൾ ഇന്ത്യ റാങ്ക്. 5,80,000-ഓളമാണ് അൽ അസറിൽ അഡ്മിഷൻ കിട്ടിയ ഈ ഒരു കുട്ടിയുടെ റാങ്ക്. ഹായ് എവരിവൺ, ദിസ് ഇസ് ഏഞ്ചൽ ഫ്രം RK-Next. സോ നിങ്ങളുടെ നീറ്റ് സ്കോർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന നിരവധി മെഡിക്കൽ സീറ്റുകളാണുള്ളത്. MBBS, BDS മാത്രമല്ല BUMS, BSMS, BSc ഫോറസ്ട്രി തുടങ്ങി നിരവധി കോഴ്സുകൾ നീറ്റ് സ്കോറിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഏതൊക്കെ സ്കോറിന് ഒരു 120 എബോ ഉള്ള എല്ലാ ആൾക്കാർക്കും നിലവിൽ സ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ആ ഒരു കോഴ്സുകളെ കുറിച്ചും ആ ഒരു കോഴ്സ് ലഭിക്കാൻ ഏതൊരു റാങ്കിലേക്കായിരിക്കണം എത്തേണ്ടത് എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾക്ക് BDS തന്നെ ഡിസ്കസ് ചെയ്യാം. BDSന്റെ ഗവൺമെന്റ് സെക്ടറിലുള്ള സീറ്റുകളെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന സീറ്റുകളാണ്. അപ്പോൾ ഓപ്പൺ വിഭാഗത്തിൽ ആദ്യം അൽ അസർ കോളേജ് നോക്കാം. അൽ അസറിൽ ഓപ്പൺ വിഭാഗത്തിൽ 28,522 റാങ്കിനാണ് അഡ്മിഷൻ ലഭിച്ചത്. ഏകദേശം 5,80,000 അൽ അസറിൽ കിട്ടിയ ഈ ഒരു കുട്ടിയുടെ കഴിഞ്ഞ തവണത്തെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 5 ലക്ഷം 6 ലക്ഷം ആ ഒരു റാങ്കുകാർക്ക് വരെ BDSന് പ്രതീക്ഷയുണ്ട്. ഇത് ഓപ്പൺ കാറ്റഗറിയാണ്. ബാക്കി ഓരോ കാറ്റഗറിയിലേക്ക് പോകുമ്പോഴും 35,000, 36,000, 37,000 ഒക്കെയാണ് അവരുടെ ലാസ്റ്റ് റാങ്ക്. ഈഴവ കാറ്റഗറിയിൽ 35,734 BDS ലഭിച്ചു. മുസ്ലിം കാറ്റഗറിയിൽ 35,647 BDS ലഭിച്ചു. 30,000, 38,000 എന്നൊക്കെ പറയുന്നത് ഒരു 10 ലക്ഷം 12 ലക്ഷം ആ ഒരു റേഞ്ചിലായിരിക്കും നീറ്റ് റാങ്ക് വരുന്നത്. 38,000ന്റെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇയറിൽ 14 ലക്ഷത്തോടടുത്തായിരുന്നു. ഓക്കെ, യെസ്. അപ്പൊ അത്രയും റാങ്കുകാർക്ക് വരെ പ്രതീക്ഷയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോ കോളേജ് നോക്കുകയാണെങ്കിൽ 38,001 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ സെഞ്ചുറി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെന്റൽ സയൻസ് കാസർഗോഡാണ് അഡ്മിഷൻ ലഭിച്ചത്. 38,001 എന്ന് പറയുമ്പോൾ 14 ലക്ഷം റാങ്കിനോട് അടുപ്പിച്ചാണ് ഈ ഒരു ഓപ്പൺ കാറ്റഗറിയിൽ കഴിഞ്ഞ തവണ BDSന് അഡ്മിഷൻ ലഭിച്ചത്. ഒരു 127 ആ ഒരു റേഞ്ചിലായിരുന്നു കുട്ടിയുടെ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർഷം സ്കോർ ആ ഒരു കഴിഞ്ഞ വർഷത്തെ സ്കോർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. ഫസ്റ്റ് റാങ്കിന്റെ സ്കോർ 720 ഔട്ട് ഓഫ് 720 ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇത്തവണ 120 ഒരു 115 വരെ ഈ ഒരു സീറ്റിന് സാധ്യതയുണ്ട്. യെസ്, അപ്പോൾ അത്രയും ഒരു റാങ്കിന് വരെ ഈ ഒരു സീറ്റിനുള്ള പ്രതീക്ഷയുണ്ട്. ഓക്കെ, ദെൻ ഓരോ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ 34,000, ദെൻ 16,000 ഒക്കെ വന്നിട്ടുണ്ട്. മാർ ബസേലിയസ് ഡെന്റൽ കോളേജ് കോതമംഗലത്ത് 16,550 ഓപ്പൺ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചത്. ഞാൻ ഓപ്പൺ കാറ്റഗറി മാത്രം പറയുന്നത്, ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു റാങ്കിൽ എത്തിയാൽ മതി. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും ആദ്യം ജനറൽ കാറ്റഗറിയിൽ ഓപ്പൺ മെറിറ്റിലാണ് പരിഗണിക്കുക. അവിടെ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലെങ്കിലാണ് ഓരോരോ കാറ്റഗറിയിലായിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യുക. ഓക്കെ, പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസിൽ 12,431 BDSന് അഡ്മിഷൻ ലഭിച്ചത് ഓപ്പൺ കാറ്റഗറി. മലബാർ ഡെന്റൽ കോളേജ് എടപ്പാളില് 30,083 അഡ്മിഷൻ ലഭിച്ചത്. ഈ 30,000 to 40,000 എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം to 14 ലക്ഷം ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഒരു 8 ലക്ഷം to 14 ലക്ഷം എന്ന് നമുക്ക് പറയാം. ആ ഒരു ഓൾ ഇന്ത്യ റാങ്കിൽ വരുന്ന ആളുകളായിരിക്കും. ഒരു 25,000 എന്നൊക്കെ പറയുന്നത് ഒരു 5 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ ഓൾ ഇന്ത്യ റാങ്ക് വരുന്ന ആളുകളാണ്. ഒരു 25,000 കേരള റാങ്കിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇതൊക്കെ കേരള റാങ്കിന്റെ കാര്യമാണ് പറയുന്നത്. ഈ 28,522 എന്ന് പറയുന്നത് ഒരിക്കലും ഓൾ ഇന്ത്യ റാങ്ക് അല്ല. ഇത് കുട്ടിയുടെ കേരള റാങ്ക് ആണ്. ഓൾ ഇന്ത്യ റാങ്ക് ഒരു 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഒക്കെ BDSന് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ അവസരമുണ്ട്. യെസ്, ആൻഡ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള BDS കോളേജുകളാണ്. ട്രാവൻകൂർ ഡെന്റൽ കോളേജ് കൊല്ലത്ത് ഓപ്പൺ വിഭാഗത്തിൽ 28,950 അഡ്മിഷൻ ലഭിച്ചു. ഇത് കുട്ടിയുടെ കേരള റാങ്ക് ആണ്, അത് ഓർത്ത് വെക്കുക. ഓൾ ഇന്ത്യ റാങ്ക് എങ്ങനെ പോയാലും ഒരു 6 ലക്ഷത്തിന് മുകളിൽ 6 ലക്ഷം 7 ലക്ഷം ആ ഒരു റേഞ്ചിലൊക്കെ വരും. യെസ്, ദെൻ റോയൽ ഡെന്റൽ കോളേജ് പാലക്കാട് 27,004 അഡ്മിഷൻ ലഭിച്ചത്. PSM കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് തൃശ്ശൂർ 29,870 ഓപ്പൺ കാറ്റഗറി. ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 37,021 എന്ന് പറഞ്ഞാൽ ഒരു 11 ലക്ഷം 12 ലക്ഷം ആ ഒരു റേഞ്ചിലായിരിക്കും കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 34,734. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 30,069. DV കാറ്റഗറി നോക്കുകയാണെങ്കിൽ 31,716.
VK 37,859, BH 35,220, BX 34,178, KN 35,022, KU 37,937, SC 33,295. ഇതാണ് കഴിഞ്ഞ വർഷത്തെ അവരുടെ കേരള റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേരള റാങ്ക് കണ്ട് പേടിക്കേണ്ട, ഓൾ ഇന്ത്യ റാങ്ക് ലക്ഷ്യങ്ങളാണ് ഇത് വരുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഇനി നമ്മൾ നോക്കുന്നത് BUMS, യുനാനി. ഓക്കെ, യുനാനിയുടെ സാധ്യതകളാണ്. യുനാനിക്ക് സാധ്യത വളരെ കൂടുതലാണ്. കാരണം MBBS പോലെ BDS പോലെ അത്ര എല്ലാ സീറ്റും, എല്ലാ മെഡിക്കൽ സീറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂബിൾ ആണ്. എന്നാൽ അത്ര ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഒരു കോഴ്സ് അല്ല. യെസ്, ഓപ്പൺ കാറ്റഗറിയിൽ 37,966 കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്തായാലും 10 ലക്ഷത്തിന് മുകളിലായിരിക്കും. ഒരു 12-13 ലക്ഷത്തോട് അടുപ്പിച്ചായിരിക്കും കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. അപ്പൊ എത്ര ലക്ഷം? ഒരു 12 ലക്ഷം, ഒരു 13 ലക്ഷത്തിന് വരെ എന്തുണ്ട്? സാധ്യതയുണ്ട്. യെസ്, ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മാർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് കാലിക്കറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചത്. ഞാൻ പറഞ്ഞു ഓരോ മെഡിക്കൽ സീറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഏതാണ്? നിങ്ങൾക്ക് MBBS തന്നെ ചൂസ് ചെയ്യാനാണോ, അതോ നിങ്ങൾ യുനാനി ഓക്കെ ആണോ? അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് BSMS, സിദ്ധയാണ്. ഓക്കെ, സിദ്ധ യുനാനി പോലെ, ഹോമിയോ, ആയുർവേദം പോലെ നിരവധി കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. യെസ്, അപ്പൊ സിദ്ധയ്ക്ക് അഡ്മിഷൻ ലഭിച്ചതും ഇതേപോലെ തന്നെ 37,678 വളരെ സെലക്റ്റീവായി മാത്രം കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്കത് ആ ഫീൽഡ് ഓക്കെ ആണോ, നിങ്ങൾ അതിന്റെ ജോലി സാധ്യതകൾ മനസ്സിലാക്കി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ ആയുർവേദമാണ്. ആയുർവേദത്തിനും ഇതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് സെക്ടറാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഈ ഒരു സ്കോറുകാർക്ക് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണ് ഈസി ആയിട്ടൊരു 120, 130 സ്കോറിനൊക്കെ ഈസി ആയിട്ട് കിട്ടാൻ പോകുന്നത് സെൽഫ് ഫിനാൻസിങ് സെക്ടർ തന്നെയാണ്. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് പാലക്കാട് 37,765. കഴിഞ്ഞ വർഷം ഒരു 11 ലക്ഷം, 12 ലക്ഷം, 10 ലക്ഷം ആ ഒരു റേഞ്ചിലാണ് ഈ കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് വന്നത്. യെസ്. ആൻഡ് 37,702. എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 37,000 റേഞ്ചിൽ തന്നെയാണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും ജനറൽ കാറ്റഗറിയിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചത്. 37,000, 36,000 ആ ഒരു റേഞ്ചിലാണ്. കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്തായാലും ഒരു 10 ലക്ഷത്തിനും 13 ലക്ഷത്തിനും ഇടയിലായിരിക്കും. ഈ ഒരു റേഞ്ചിലുള്ള എല്ലാവർക്കും തന്നെ ഒരു പ്രൈവറ്റ്, ഒരു സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ആയുർവേദത്തിന് ഒരു വളരെ വലിയൊരു സാധ്യത തന്നെയുണ്ട്. യെസ്, അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഇത്രയും കോഴ്സുകളെ കുറിച്ചാണ്. ഇനിയും ഒരുപാട് കോഴ്സുകളുണ്ട്. നീറ്റ് സ്കോർ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നിരവധി കോഴ്സുകളുണ്ട്. ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യും. സീ യു ലേറ്റർ. ബൈ.